ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് റംസാൻ 6 അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഉച്ചയ്ക്കൊന്നും ഇറങ്ങി പെട്ടെന്ന് എണീക്കുമ്പോഴാണ് കേട്ടോ സമയം 4 മണി ആകാനായിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം പോയി അസംസ്കാരം കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇന്ന് എനിക്കൊരു 2 ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 50 നൈസ് പത്തിരിൻ്റെയും പിന്നെ ഒരു സ്നാക്സിൻ്റെയാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം വന്നിട്ട് പത്തിരിക്കുള്ള മാവൊക്കെ ഒന്ന് വാട്ടിയിട്ട് ആദ്യം പത്തിരി ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. 2 ഓർഡർ നോമ്പ് തുറക്കുമ്പോൾ കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ. ആകെ നേരം വെയിറ്റാണ് കേട്ടോ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്നത്. അപ്പോഴാണ് ഇട്ടൊക്കെ വന്നിട്ട് ഒരു പത്തിരിൻ്റെ ഓർഡറും കൂടെ വന്നിട്ടുണ്ട്. എന്താ ചെയ്യാമെന്ന് പറയണത്. അങ്ങനെ പത്തിരിൻ്റെ ഓർഡറൊക്കെ ക്യാൻസൽ ചെയ്തു കേട്ടോ. എനിക്കിനി നോമ്പ് തുറക്കുമ്പോഴേക്കും എന്തൊക്കെ ഉണ്ടാക്കി എടുക്കണം. കുറച്ച് നേരത്തേക്കാണ് ഞാനത് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനെന്ന് പത്തിരി തന്നെയാണ് കേട്ടോ. മക്കൾക്ക് പത്തിരി അത്ര താല്പര്യമില്ല കേട്ടോ. പിന്നെ ഉമ്മാക്ക് പണിയില്ലെന്ന് പറഞ്ഞവർ അത് മതിയെന്ന് പറഞ്ഞതാണ്. പിന്നെ ഞാൻ അതിനൊരു ഗ്രീൻ പീസ് കറിയും കൂടി ഉണ്ടാക്കി എടുക്കുകയാണ്. ഗ്രീൻ പീസൊക്കെ വേവാനിട്ടുണ്ട്. പിന്നെ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ സ്നാക്സിനുള്ള ഉള്ളിയൊക്കെ ഒന്ന് വേഗം കട്ട് ചെയ്തെടുക്കുകയാണ്. സ്നാക്സിനുള്ള ഫില്ലിങ്ങൊക്കെ ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കേന് കേട്ടോ അതൊക്കെ ഒന്ന് നോക്കണത്. അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസ് കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ തേങ്ങയൊക്കെ വെച്ചിട്ട് കറി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. ഇനി കറിനൊന്ന് താളിച്ചെടുക്കും കൂടെ വേണം. അങ്ങനെ കറിയൊക്കെ താളിച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വേഗം നമ്മുടെ സ്നാക്സും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ മാവൊക്കെ പൊങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഓരോ ചെറിയ ബോൾ എടുത്തിട്ട് കയ്യിലൊന്ന് പരത്തിയതിന് ശേഷം ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുട്ടയിലൊന്ന് മുക്കി റസ്ക് പൊടിയിലൊന്ന് കോട്ട് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനത് ഉണ്ണിയപ്പ ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് എണ്ണയും മതി കേട്ടോ. ആദ്യം ഞാൻ ഫില്ലിങ്ങൊക്കെ ഒന്ന് നിറച്ച് ബോൾ സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ. എന്നിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കണുള്ളൂ. അങ്ങനെ ഞാനിതൊക്കെ റെഡിയാക്കുമ്പോഴേക്കും മോളിതാ ജ്യൂസ് അടിക്കാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കാൻ കേട്ടോ. ഇന്ന് മൊസമ്പിയാണ് കേട്ടോ ജ്യൂസ് അടിക്കുന്നത്. അങ്ങനെ സ്നാക്സൊക്കെ ഞാനിതാ ബോളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനൊന്ന് പൊരിച്ചെടുക്കും കൂടെ ചെയ്യാണ്. അപ്പോഴേക്കും മോള് ജ്യൂസൊക്കെ അടിച്ച് വന്നിട്ട് സ്നാക്സ് ഒന്ന് ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓർഡർ കൊടുക്കാനുള്ള 15 സ്നാക്സൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിനേക്കൊന്ന് വേഗം പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെയാണ് കേട്ടോ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതാ ബാക്കിയുള്ളതും കൂടി അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ സ്നാക്സിൻ്റെ അകലൊക്കെ ഏകദേശം കഴിയാനായിട്ട് കേട്ടോ. പിന്നെ മോളത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ മോള് ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിനേക്കൊന്ന് അരിച്ചെടുക്കുകയാണ്. പിന്നെ തണ്ണിമത്തൻ സ്ക്വാഷും കൊണ്ടും കൂടെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ തണ്ണിമത്തനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും വാങ്ങി കൊടുക്കാനുള്ള സമയം ആകാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ വേഗം എല്ലാം ചെയ്തെടുക്കുകയാണ്. കിച്ചണിലേക്ക് കയറാൻ നേരം പൊഴിയപ്പോൾ ഒന്ന് നോമ്പ് തുറക്കാനാകുമ്പോഴേക്കും ഒന്നും ആകില്ല എന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ എല്ലാവരും കൂടെ കൂടിയപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുത്തു. ഞങ്ങളെല്ലാവരും കൂടെ നോമ്പൊക്കെ തുറക്കുകയാണ്. ഉമ്മാക്കും പാപ്പാക്കുള്ളതൊക്കെ ഞാൻ നേരത്തെ തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം ദാഹമാണ് കേട്ടോ കൂടുതൽ. അങ്ങനെ മൊസമ്പി ജ്യൂസും തണ്ണിമത്തൻ ജ്യൂസൊക്കെ ഉണ്ട്. അതൊക്കെ കുടിക്കുകയാണ്. പിന്നെ നമ്മുടെ സ്നാക്സ് ഉണ്ട് കേട്ടോ. പിന്നെ പള്ളിയിൽ നിന്ന് ജീരകക്കഞ്ഞി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടെ നോമ്പൊക്കെ തുറക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയല്ലോ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ. അസ്സലാമു അലൈക്കും.